ഇറാന്റെ ഉന്നത നേതാക്കളെ തേടി അമേരിക്ക $10 മില്യൺ പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഒരു വലിയ ഭൂഗർഭ തുരങ്കത്തിനുള്ളിൽ ഖമേനിയുടെ പോസ്റ്ററുകൾക്ക് കീഴിൽ IRGCയുടെ ഡ്രോൺ ആയുധ ശേഖരത്തിന്റെ ഒരു ഭാഗം പ്രദർശിപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ടിരിക്കുന്നു. പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇറാന്റെ ഈ ഒരൊറ്റ നീക്കത്തിലൂടെ വ്യക്തമാകുന്നത്. ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തെ തടയാൻ വിന്യസിക്കാവുന്ന ഡ്രോൺ ബോട്ടുകളുടെ വലിയ ശേഖരം തങ്ങളുടെ കൈവശമുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ് ഇറാൻ. മിസൈൽ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂമിക്കടിയിലെ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡ്രോൺ ബോട്ടുകളുടെ ദൃശ്യങ്ങൾ ദേശീയ ടെലിവിഷനിലൂടെ അധികൃതർ പുറത്തുവിട്ടു. ദൈർഘ്യമേറിയ തുരങ്ക സമാനമായ ഒരു സ്ഥലം, അവിടെ നാവിക ഡ്രോണുകളും കപ്പലിന് നേർക്ക് തൊടുക്കാവുന്ന മിസൈലുകളും സീ മൈനുകളും സൂക്ഷിച്ചിട്ടുണ്ട്. ചില ആയുധങ്ങൾ തൊടുക്കുന്നത് എങ്ങനെ എന്നും ദൃശ്യങ്ങളിലുണ്ട്. അതേസമയം ഈ ദൃശ്യങ്ങൾ എപ്പോൾ ചിത്രീകരിച്ചതാണെന്നോ US-ഇസ്രയേൽ ആക്രമണം ഈ കേന്ദ്രത്തിന് ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ എന്നതൊന്നും വ്യക്തമല്ല. അൺമാൻഡ് സർഫസ് വെഹിക്കിൾസ് എന്നുകൂടി അറിയപ്പെടുന്ന നേവൽ ഡ്രോണുകൾ മുൻപ് പേർഷ്യൻ ഗൾഫിൽ വെച്ച് 2 എണ്ണ ടാങ്കറുകളിൽ പതിച്ചിരുന്നു. MKD വ്യോം, സൊനാൻഗോൾ, നമീബി എന്നീ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിക്കവെയായിരുന്നു ആ സംഭവം. വെള്ളത്തിന് മുകളിലൂടെയോ അല്ലെങ്കിൽ തൊട്ടു താഴേക്കൂടെയോ സഞ്ചരിക്കാൻ നേവൽ ഡ്രോണുകൾക്ക് സാധിക്കും. സ്ഫോടക വസ്തുക്കൾ പേറി എത്തുന്നവയാണ് ഇവ. ലക്ഷ്യസ്ഥാനത്തിന് വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും. മാർച്ച് 1-ാം തീയതിയാണ് MKD വ്യോം എന്ന എണ്ണ ടാങ്കറിന് നേർക്ക് ഒമാൻ തീരത്ത് നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ആക്രമണം നടക്കുന്നത്. മാർഷൽ ഐലൻഡിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കപ്പലാണിത്. ജലോപരിതലത്തിലൂടെ എത്തിയ നേവൽ ഡ്രോൺ കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ സ്ഫോടനത്തിനും തീപിടുത്തത്തിനും കാരണമായി എന്ന് ബ്രിട്ടന്റെ UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചിരുന്നു. ഈ സംഭവത്തിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. ദിവസങ്ങൾക്ക് ശേഷം ഇറാഖിലെ ഖോർ അൽ സുബൈർ തുറമുഖത്തിന് സമീപത്ത് വെച്ചാണ് സുനാൻഗോൾ നമീബിക്ക് നേരെ ആക്രമണമുണ്ടായത്. എന്നാൽ കപ്പൽ ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടില്ല എന്നതാണ് വിവരം. അതേസമയം ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കപ്പൽ കമ്പനി പങ്കുവച്ചിട്ടുമില്ല. ഇറാന്റെ പരമോന്നത നേതാവിനെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് അതേസമയം വലിയ പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് അയത്തുള്ള മജ്തുബ ഖമനി ഉൾപ്പെടെയുള്ള മുതിർന്ന ഇറാനിയൻ സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് ഏകദേശം $10 ദശലക്ഷം ആണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് പ്രകാരം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധപ്പെട്ട 10 ഉദ്യോഗസ്ഥരെയാണ് വലിയ പ്രതിഫല വാഗ്ദാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം രൂപീകരിച്ച ഈ സൈനിക വിഭാഗം പരമോന്നത നേതാവിനോട് കൂറുള്ളവരും ഷിയ പുരോഹിത ഭരണകൂടത്തെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവരുമാണ്. ഫെബ്രുവരി 28-ന് സംയുക്ത US-ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അലി ഖമനേയും മറ്റു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുസ്തഫ ഖമനേയി ഇറാന്റെ പരമോന്നത നേതാവായി സ്ഥാനമേൽക്കുന്നത്. ആക്രമണത്തിൽ ഇപ്പോൾ പരിക്കേറ്റതായി വിശ്വസിക്കപ്പെടുന്ന മുസ്തഫ ഖമനേയി ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ വ്യാഴാഴ്ച തന്റെ ആദ്യ പ്രസ്താവന പുറത്തുവിട്ടിരുന്നു. മുസ്തഫ ഖമനേയി പരിക്കേറ്റ അവസ്ഥയിലാണെന്നും മിക്കവാറും വിരൂപനാക്കപ്പെട്ടിട്ടുണ്ടാകാം എന്നുമാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് അവകാശപ്പെട്ടത്. പരമോന്നത നേതാവിന് പുറമെ ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനി, ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ്, ആഭ്യന്തരമന്ത്രി എസ്കന്ദർ ഖൊമേനി, ഖമനേയുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥർ എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങളും അമേരിക്ക തേടുന്നുണ്ട്. ഇറാന്റെ നേതൃത്വം ഭൂഗർഭ അറകളിൽ ഭീതിയോടെ ഒളിച്ചിരിക്കുകയാണെന്ന് US പ്രതിരോധ സെക്രട്ടറി അവകാശപ്പെട്ടിരുന്നു. എങ്കിലും വെള്ളിയാഴ്ച ടെഹ്റാനിൽ നടന്ന ഒരു റാലിയിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിക്കുമൊപ്പം ലാരിജാനി പങ്കെടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ റോയിറ്റേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറും ഡിഫൻസ് കൗൺസിൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള മറ്റു 4 ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും വെബ്സൈറ്റിലുണ്ട്. എങ്കിലും ഇവരുടെ പേരുകളോ ചിത്രങ്ങളോ ഉൾപ്പെടുത്തിയിട്ടില്ല. ലോകമെമ്പാടും ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന IRGCയുടെ വിവിധ ഭാഗങ്ങളെ നയിക്കുന്നത് ഈ വ്യക്തികളാണ് എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വാദിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുന്നവർക്ക് പ്രതിഫലത്തിന് പുറമെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവാസവും നൽകും. US പൗരന്മാരുടെ മരണത്തിന് ഇടയാക്കിയ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികൾ IRGC ആണെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു. ഈ സംഘടനയെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ 2020 ഇറാനിയൻ കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതിന് പ്രതികാരമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും മറ്റ് US ഉദ്യോഗസ്ഥർക്കുമെതിരെ ഇറാൻ വധശ്രമങ്ങൾ ആസൂത്രണം ചെയ്തതായും വാഷിംഗ്ടൺ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.